ഹലോ, അടുത്തുള്ളൊരു ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇത് ഞങ്ങളുടെ അടുത്ത ടൗണിൽ ലേറ്റസ്റ്റായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ക്രാഫ്റ്റിൻ്റെ ഷോപ്പാണ്. അങ്ങനെ ഈ ഷോപ്പിനെ പറ്റിയിട്ട് ഇൻസ്റ്റ വഴിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജസ്റ്റ് ഷോപ്പിലേക്ക് പോയി ഫോട്ടോ ഫ്രെയിംസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണമായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം മെയിനായിട്ട് വന്നത് ഈ സംഭവം തപ്പിയാണ്. പല സൈസിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിംസൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ നോക്കി A4 സൈസിലുള്ള 1-2 ഫ്രെയിംസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഈ കുഞ്ഞു ഫ്രെയിംസിനൊക്കെ 30 രൂപ മറ്റുമൊക്കെ ഉണ്ടായിരുന്നത്. വൈറ്റും ബ്ലാക്കും പിന്നെ വുഡൻ ഷെയ്ഡും ബ്രൗൺ ഷെയ്ഡും ഒക്കെ കുറേ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഫ്രെയിംസിൻ്റെ. സാധാരണ ഇവിടെ അടുത്ത് ഇങ്ങനെയുള്ള ഷോപ്പ് വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്കിത് ഈ ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു അവിടെ. സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. ബുക്കുകൾ, അതുപോലെ പെൻസില്, സ്റ്റിക്കേഴ്സ്, പശ, ഒരു ക്രാഫ്റ്റ് നമ്മൾ ചെയ്യാനിരിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ആ ഷോപ്പിലുണ്ടായിരുന്നു. പല വെറൈറ്റി ആയിട്ടുള്ള ഇറേസേഴ്സ് ഉണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുള്ള. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇതുപോലത്തെ നോട്ട് ബുക്കുകൾ, നല്ല പ്രിൻ്റഡ് ഒക്കെ ആയിട്ടുള്ള നോട്ട് ബുക്കുകളും കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു മാക്സിമം ഒരു 200 രൂപയൊക്കെ റേഞ്ചിലായിരുന്നു ഈ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഓൺലൈനിൽ സാധാരണ ഞാൻ ഇതുപോലത്തെ ബുക്സുകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ അടുത്ത ഷോപ്പുകളിലൊന്നും ഇങ്ങനത്തെ ബുക്സുകളും മറ്റും ഇതുവരെയും കണ്ടിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. 120 രൂപ, 225 രൂപ, 100 രൂപ, അതൊക്കെയായിരുന്നു ഇതിൻ്റെയൊക്കെ റേഞ്ച്. നല്ല പിക്ചേഴ്സ്, നല്ല പ്രിൻറ്റുകളായിരുന്നു. പല സൈസിലുണ്ടായിരുന്നു. നമ്മുടെ പോക്കറ്റിലൊക്കെ വെക്കാൻ പറ്റിയ കുഞ്ഞത്, വലുത്, അങ്ങനെ പല സൈസിലുള്ള. ഈ ഒരു ബുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് ആ ബോക്സിനകത്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് കൊള്ളാം. പിന്നെ പല വെറൈറ്റി ആയിട്ടുള്ള കീ ചെയിനുകളും പിന്നെ കുട്ടികളുടെ ടോയ്സിൻ്റെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഈ ടോയ്സ് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മോക്കും എടുത്തപ്പോഴത്തേക്കും മോക്കും അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അയാളും കുറേ തവണ അതിനകത്ത് ഇടാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊരെണ്ണം വാങ്ങിച്ചു. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ആ ഒരു കളിപ്പാട്ടത്തിന്. അങ്ങനെ അത് വാങ്ങിച്ചു. അതുകൂടാതെ കുറേ ടോയ്സും എഡ്യൂക്കേഷണൽ ടോയ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ABCDയുടെ ഇത് നോക്കി, ഇത് 200 സംതിങ്ങോ മറ്റോ ആയിരുന്നു തോന്നുന്നു ഇതിൻ്റെ പ്രൈസ്. അങ്ങനെ അതൊക്കെ ജസ്റ്റ് നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്തു. ഇത് ഗ്ലോസി ഷീറ്റിലാണ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരെണ്ണം ജസ്റ്റ് പ്രിൻ്റ് എടുത്ത് നോക്കിയതായി ഈ ഷോപ്പിൽ നിന്ന്. അങ്ങനെ A4 സൈസിൻ്റെ ഒരു ഫ്രെയിമും വാങ്ങിച്ച് ഈ ഒരു പ്രിൻറ്റും എടുത്തു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് ജസ്റ്റ് മൊബൈലിലെടുത്തൊരു ഫോട്ടോ ആയിരുന്നു, നോർമൽ ഒരു ഫോണിലെടുത്തതാണ്. പക്ഷേ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല വലുതായിട്ടാണ് നമ്മൾ ആ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ ഞാൻ ഈ ഒരു ബോക്സ് എടുത്തു. നല്ല ക്യൂട്ടായിട്ട് തോന്നി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ 2 ബോക്സ് എടുത്തു. 35 രൂപയായിരുന്നു ഒരെണ്ണത്തിന് വില. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോസ് എല്ലാം സെറ്റാക്കി സൈസാക്കി എടുത്ത് സെറ്റാക്കിയൊക്കെ തന്നു. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് ഫ്രെയിമിൻ്റെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.